നമസ്കാരം. നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി കൊല്ലം പുനലൂരിൽ ചക്ക ഫെസ്റ്റ് തുടരുകയാണ്. ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചക്ക മഹോത്സവം മെയ് 2 വരെ ഉണ്ടാകും. നാവിൽ കൊതിയൂറും വിഭവങ്ങൾ അണിനിരത്തിയാണ് ഫെസ്റ്റ്. ചക്കയിൽ നിന്നുള്ള 25ഓളം വിഭവങ്ങൾ മേളയിലുണ്ട്. വിവിധ കുടുംബശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങളുടെ സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. കൂൺ, നെല്ലിക്ക, തേൻ എന്നിവയിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്കുണ്ടാകും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചക്കയുടെ അച്ചാറുണ്ട്, ചക്ക ഹലുവയുണ്ട്, ചക്ക വരട്ടിയുണ്ട്, ചക്ക ചമ്മന്തിപ്പൊടിയുണ്ട്, ചക്ക ഐസ്ക്രീമുണ്ട്, ചക്ക പപ്പടമുണ്ട്, ചക്ക വെളിച്ചെണ്ണ വറുത്തതുണ്ട്. അപ്പം അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ചക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങളായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന അത് ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഈ മഹോത്സവ നഗരിയിൽ തന്നെ തയ്യാറാക്കുന്ന ചക്ക പായസവും ചക്ക ഉണ്ണിയപ്പവും, ഈ 2 ഐറ്റംസും ഇവിടെ തന്നെ നമ്മൾ അന്നേരം തന്നെ ജനങ്ങളുടെ സന്ദർശകരുടെ മുന്നിൽ തന്നെ തയ്യാറാക്കിയിട്ട് അവർക്ക് സാമ്പിൾ കഴിക്കാൻ, ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട്. ചക്ക മഹോത്സവത്തിൽ വെച്ച് തയ്യാറാക്കുന്ന ചൂട് ചക്ക പായസവും ചക്ക ഉണ്ണിയപ്പവും മേളയുടെ പ്രത്യേകതയാണ്. 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ആയുർജാക്ക്, വിയറ്റ്നാം എയർലി തുടങ്ങിയ ഓൾ സീസൺ പ്ലാവിൻ തൈകളും 6 മാസം കൊണ്ട് കായ്ക്കുന്ന തായ്ലൻഡ് ഓൾ സീസൺ മാവിൻ തൈകളും കാലാപ്പാടി, ബനാറസ്, അൽഫോൺസ, നീലൻ മാവിൻ തൈകളും വിൽപ്പനയ്ക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. പുനലൂർ TB ജംഗ്ഷനിലെ കൊട്ടാരത്തിൽ ബിൽഡിംഗിലാണ് ചക്ക മഹോത്സവം. ന്യൂസ് 18 പുനലൂർ. കടയ്ക്ക് മുന്നിൽ പൂന്തോട്ടം ഒരുക്കി വ്യത്യസ്തനാവുകയാണ് കണ്ണൂർ ഇരിട്ടിയിലെ ജയപ്രശാന്ത് എന്ന യുവ വ്യാപാരി. ആളുകൾ നടന്നു പോകുന്ന ഫുട്പാത്തിന്റെ കൈവരികളിലും കടയുടെ ഓരത്തുമാണ് പൂക്കളും പച്ചക്കറികളും പൂത്തു വിളഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ലോക്ഡൌൺ കാലത്താണ് ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് പ്രശാന്ത് തുടക്കമിട്ടത്. സമ്പൂർണ്ണ ലോക്ഡൌൺ മാറി നിയന്ത്രണങ്ങളോടെ കടകൾ തുറക്കാൻ തുടങ്ങിയ ദിനങ്ങൾ. റോഡിൽ നിന്നും അടിച്ചുകയറുന്ന പൊടി കടയിലെ സാധനങ്ങൾക്ക് ഭീഷണിയായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ദിവസവും രാവിലെ റോഡിൽ അടിഞ്ഞുകൂടുന്ന മണ്ണ് തൂത്തുകൂട്ടും, തുടർന്ന് വെള്ളം നനയ്ക്കും. ഓരോ ദിവസവും തൂത്തുകൂട്ടിയ മണ്ണിന്റെ അളവ് വർദ്ധിച്ചതോടെയാണ് പൂന്തോട്ടം എന്ന ആശയം മനസ്സിലുദിച്ചത്. ആദ്യം പൂച്ചെടികളാണ് നട്ടതെങ്കിൽ പിന്നീട് പച്ചക്കറിയിലേക്ക് മാറി. അതിനുണ്ടായ സാഹചര്യം പ്രശാന്ത് പറയും. ആദ്യം പൂച്ചെടികളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു പച്ചക്കറി തൈ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ആളുണ്ട്. അപ്പം പുള്ളീൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്ന തൈകൾ പിന്നെ ഗുണമില്ലാന്നും പറഞ്ഞ് കുറേ പേര് പറഞ്ഞു. അപ്പം ഞാനൊരു 3 വർഷമായിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് കായ്ച്ച് ഇതാകുന്നുണ്ട്. അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലും ഇത് കാണിച്ചു കൊടുക്കണം ഇവിടെ വരുന്നവർക്ക്. അപ്പം പുള്ളിക്കൊരു കച്ചവടമാവും, അപ്പോൾ എനിക്കൊരു മനസ്സന്തോഷം കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ കൂട്ടിവെച്ച മണ്ണ് ബാഗുകളിൽ നിറച്ച് അതിൽ ചെടികൾ നടാൻ തുടങ്ങി. 5 ബാഗിൽ തുടങ്ങിയ ചെടി നടൽ ഇന്ന് 50-ലെത്തി. ചെടികൾക്കൊപ്പം പച്ചക്കറികളും നട്ടതോടെ പൂക്കളും പച്ചക്കറികളും പ്രശാന്തിന്റെ കടയ്ക്ക് മനോഹാരിതയേകി. റോഡിലെ പൊടിമണ്ണ് തൂത്തുവാരുന്ന പ്രശാന്തിനെ ആദ്യമൊക്കെ കളിയാക്കിയവർ ഇന്ന് പ്രശാന്തിന്റെ കട്ട ഫാനാണ്. നോക്കിക്കണ്ടത് ആദ്യം നമുക്കൊരു ദേശം ഒരു വിഷമം തോന്നി. കാരണം വെച്ചാൽ ഇവിടുന്ന് ഈ മണ്ണിങ്ങനെ കൈകൊണ്ട് വാരി നടക്കുന്ന വേണ്ടപ്പോൾ, പക്ഷേ ഇത് ഇങ്ങനെ ആവും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നീടാണ് അതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രശാന്തിന്റെ ചുവട് പിടിച്ച് മറ്റു വ്യാപാരികളും പൂന്തോട്ട നിർമ്മാണത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം താമസിയാതെ ഇരിട്ടി ടൗണിലെത്തുന്നവരെ വ്യാപാരികൾക്കൊപ്പം പൂക്കളും പച്ചക്കറികളുമായിരിക്കും വരവേൽക്കുക. പ്രശാന്തിന്റെ പ്രവൃത്തിക്ക് പിന്തുണയുമായി നഗരസഭയും രംഗത്തെത്തി. ഇരിട്ടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിനായി പ്രശാന്ത് മോഡൽ പരീക്ഷിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ന്യൂസ് 18 ഇരിട്ടി. തരിശു പാടത്തിറക്കിയ നെൽകൃഷിക്ക് 100 മേനി വിളവ്. കോതമംഗലം കവളങ്ങാട് തലക്കോട് പാടശേഖരത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. കവളങ്ങാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ കൃഷി ഇറക്കിയത്. കവളങ്ങാട് കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും അനാബിക കുടുംബശ്രീ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് കൃഷി. 10 വർഷമായി തരിശായി കിടന്ന പാടമാണ് ഉഴുതുമറിച്ച് കൃഷി ഇറക്കിയത്. താഴത്തോട്ട് TP എബ്രഹാം എന്ന കർഷകന്റെ 2 ഏക്കറോളം വരുന്ന പാടത്തു നിന്നാണ് 100 മേനി വിളവ് കൊയ്തത്.
സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷി ഇറക്കിയത്. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യവും ഉണ്ട്. തരിശായി കിടന്ന മുഴുവൻ പാടശേഖരങ്ങളിലും കൃഷി ഇറക്കാനാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. നമ്മൾ അന്യം നിന്ന് പോകുന്ന ഒരു സംവിധാനമാണ് ഈ കൃഷി മേഖലയിൽ, പ്രത്യേകിച്ച് നെൽകൃഷി. അത് പൂർവാധികം ശക്തിയായി തിരിച്ചു കൊണ്ടുവരാൻ അതിന് ഇവർക്ക് സാധിച്ചു. പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഫൗസിയെയും സഹപ്രവർത്തകരെയും ഹൃദയപൂർവ്വം അനുമോദിക്കുകയാണ്. കൃഷി വകുപ്പ് RKVY പദ്ധതി പ്രകാരം നൽകുന്ന സാമ്പത്തിക സഹായം പ്രയോജനപ്പെടുത്തിയാണ് കൃഷി ചെയ്തത്. തലക്കോട് പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസിയ ബിജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഇറക്കാൻ പ്രയത്നിച്ചവർക്ക് പഞ്ചായത്തിന്റെ വക ഉപഹാരങ്ങളും നൽകി. ന്യൂസ് 18 കോതമംഗലം. ആരോഗ്യ മികവിന് ആർദ്ര കേരളം പുരസ്കാരം നേടി വയനാട് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമീണ ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരം. 10 ലക്ഷം രൂപയും ട്രോഫിയും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ആർദ്ര കേരളം പുരസ്കാരം നൽകുന്നത്. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയതിനാണ് നൂൽപ്പുഴ പഞ്ചായത്ത് പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നത് നൂൽപ്പുഴയിലാണ്. സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും ഗുണമേന്മയുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാണ്. NKS അവാർഡും കായകൽപ്പ അവാർഡും ലഭിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന് വീണ്ടും ഒരു പൊന്തുവൽ കൂടിയാണ് ഈ ആർദ്ര കേരള പുരസ്കാർ അവാർഡ്. സത്യം പറഞ്ഞാൽ ഈ അവാർഡ് ശരിക്കും ഞങ്ങൾ സമർപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനാണ്. കാരണം അവരുടെ ഇത്രയും അകമഴിഞ്ഞ സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് നേടാൻ സാധിച്ചിട്ടുള്ളത്. സംസ്ഥാന അതിർത്തിയിൽ വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് നൂൽപ്പുഴ. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ആദിവാസി വിഭാഗങ്ങളാണ്. ഏറെ പരിമിതികളിൽ നിന്നാണ് ആരോഗ്യമേഖലയിൽ മികച്ച ഇടപെടലുകൾ നടത്തിവരുന്നത്. ആദിവാസികൾ അടക്കമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. നേരത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനുള്ള അംഗീകാരവും നൂൽപ്പുഴയ്ക്ക് ലഭിച്ചിരുന്നു. ന്യൂസ് 18 വയനാട്. മഞ്ഞപ്പട്ടുടുത്ത് ഇടുക്കിയിലെ മലനിരകൾ. വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ കൊന്നപ്പൂക്കൾ. കാണാം ആ കാഴ്ചകൾ. വിഷുപ്പുലരിയെ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. കൊന്നപ്പൂവുകൾ ചേർത്തൊരുക്കുന്ന പുതുപ്രതീക്ഷകളുടെ കണിയും കൈനീട്ടവുമാണ് വിഷുക്കാലത്തിന്റെ ഗൃഹാതുര കാഴ്ചകൾ. ഇക്കുറി നേരത്തെയാണ് ഹൈറേഞ്ചിൽ കണിക്കൊന്നകൾ പൂവിട്ടത്. കൊടുംവേനലിന് തൊട്ടുമുൻപ് പൂത്തുലഞ്ഞ് കാലവർഷമാകുമ്പോഴേക്കും കായ്കൾ വിത്ത് വിതരണത്തിന് പാകമാകുന്നതാണ്. ഇത്തവണ നേരത്തെ പൂവിട്ടതിനാൽ വിഷുവിന് ആവശ്യത്തിന് കൊന്നപ്പൂക്കൾ ലഭിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഹൈറേഞ്ചിന്റെ ഈ മേഖലകളിലൊക്കെ വിഷുവിന് ഏറെ മുമ്പ് തന്നെ കണിക്കൊന്ന പൂക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. ഇനി വിഷു ആവുമ്പോഴേക്കും ഈ പൂക്കൾ എത്രത്തോളം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇടവിട്ട് പെയ്യുന്ന മഴക്കാലത്ത് മഴയൊക്കെ കൊണ്ടിട്ട് ഈ പൂക്കൾ എത്രത്തോളം അവശേഷിക്കും എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. മേടപ്പുലരിക്ക് മുൻപേ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞത് കാലാവസ്ഥയിലുണ്ടായ മാറ്റത്തിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യവിഭവങ്ങളും സംസ്കാരവും പരിചയപ്പെടുത്തുകയാണ് തിരുവനന്തപുരം കനകക്കുന്നിലെ കുടുംബശ്രീ സരസ് മേള. ആദിവാസി വിഭവങ്ങളാണ് മേളയിൽ ശ്രദ്ധേയം. അട്ടപ്പാടിയിലെ വനസുന്ദരി മുതൽ അസമിലെ ടിൽഡിയ മുർഗി മംഗ്ഹോ വരെ മേളയിലുണ്ട്. അട്ടപ്പാടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിക്കൻ വിഭവമാണ് വനസുന്ദരി. കാട്ടിലെ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വിഭവം. മഞ്ഞൾപ്പൊടി, ഉപ്പും ചിക്കനും ഇട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് തനിയെ വെള്ളം വറ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കും. പാലൊക്കെ ചീര, പുതിന, മല്ലിയില, പച്ചമുളക്, കാന്താരി, വെളുത്തുള്ളി, വിനാഗിരി, നാരങ്ങ, കാട്ടുചീരകം, പച്ചമുളക്, കുരുമുളക് ഇത്രയും അരച്ച് ഗ്രേവിയാക്കിയ ശേഷം ഉപ്പൊക്കെ ചേർത്ത് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് 5 മിനിറ്റ്
നമ്മൾ അത് പിടിക്കാൻ വേണ്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് കല്ലിലേക്ക് കുത്തി എണ്ണ ഇല്ലാണ്ട് കുത്തി കൊടുക്കണം ഒരാൾക്ക്. ആന്ധ്രയിൽ മോമോസാണ് താരം. केरला में आके बहुत ही अच्छा हुआ. यहाँ का लोग बहुत ही अच्छा है और यहाँ पे हम लोग का स्टोर भी बहुत अच्छा से चल रहा है. सर लोग मेंटेनेंस लोग ने बहुत अच्छा से सपोर्ट किया हम लोग को. ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ സ്പെഷ്യലുകളുടെ കാര്യത്തിൽ അസമും ഒട്ടും പിറകിലല്ല. മാവുസവുൽ എന്നറിയപ്പെടുന്ന ചോറും കറുത്ത നിറത്തിലുള്ള ചിക്കൻ വിഭവമായ ടിൽദിയ മുർഗി മങ്ഹോയുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. കൂടെ വ്യത്യസ്ത തരം കോൾഡ് ടീയായ അപ്പോരാജിതയുമുണ്ട്. ബിപിൻ മുരളിക്കൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടിൻപുറത്തിൽ ഒരിടവേള. വിഷുവിന് കണി കണ്ടുണരാൻ കൃഷ്ണശില്പങ്ങൾ തയ്യാറായി. മലപ്പുറം എടപ്പാൾ വെങ്ങിണിക്കര സ്വദേശി കൃഷ്ണൻ തിരക്കിലാണ്. ജീവസുറ്റ നിരവധി കൃഷ്ണശില്പങ്ങളാണ് ഇദ്ദേഹം നിർമ്മിക്കുന്നത്. പതിനഞ്ച് വർഷത്തിലധികമായി വിഗ്രഹ നിർമ്മാണം തൊഴിലാക്കിയിരിക്കുകയാണ് എടപ്പാൾ വെണ്ണിക്കര സ്വദേശി കുഞ്ഞുമണി എന്ന കോട്ടപ്പറമ്പിൽ കൃഷ്ണൻ. മികച്ച ശില്പിയാണ് ഇദ്ദേഹം. പല വീടുകളിലെയും പൂജാമുറികളിൽ ഇദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് എത്തിക്കുന്ന പേപ്പർ പൾപ്പ് ഉപയോഗിച്ചാണ് നിർമ്മാണം. ബാക്കി അസംസ്കൃത വസ്തുക്കൾ തൃശൂരിൽ നിന്ന് ശേഖരിക്കും. ലക്ഷ്മി ദേവി, കണ്ണന്റെ പല വലിപ്പത്തിലുള്ള ശില്പങ്ങൾ എന്നിവ കൃഷ്ണൻ നിർമ്മിക്കാറുണ്ട്. മോൾഡിൽ തയ്യാറാക്കുന്ന ശില്പങ്ങൾ അവസാനവട്ട പ്രവൃത്തികൾ നടത്തിയെടുക്കാൻ 3 ദിവസം വേണ്ടിവരും. ഓർഡർ അനുസരിച്ച് ചെറിയ ശില്പങ്ങൾ മുതൽ 5 അടിയോളം വരുന്ന ശില്പങ്ങൾ വരെ കൃഷ്ണൻ തയ്യാറാക്കിയെടുക്കും. 150 രൂപ മുതൽ 3500 രൂപ വരെയാണ് വില വരുന്നത്. വിഷു സീസണിൽ ഈ ശില്പങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വില മാത്രം നമ്മൾ പ്രതീക്ഷിക്കരുത്, അതിനോടൊപ്പം തന്നെ നമുക്ക് ചെലവുണ്ട്. എന്നാലും നമുക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ കച്ചവടം ശരിക്ക് വിഷു കാലഘട്ടങ്ങളിലാണ് കൂടുതലും. ഇത്ര കൃഷ്ണനുണ്ടെങ്കിലും സംഭവം ഇവിടുന്ന് പോകും. ഇപ്പം ആ കൂട്ടത്തിൽ എന്തൊക്കെ ഗണപതി സരസ്വതി മുതലാതൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 10 പീസ് 15 പീസ് വീതം പോകും. വിവിധ ക്ഷേത്രങ്ങൾ, ഖാദി ബോർഡ്, ഗാന്ധി ഭവൻ എന്നിവിടങ്ങളിലും ഇദ്ദേഹത്തിന്റെ ശില്പങ്ങൾ ലഭിക്കും. EMS, മദർ തെരേസ തുടങ്ങിയവരുടെ ശില്പങ്ങളും കൃഷ്ണൻ പേപ്പർ പൾപ്പിൽ നിർമ്മിച്ചിട്ടുണ്ട്. കോൺക്രീറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിമ നിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 തിരൂർ. വംശനാശ ഭീഷണി നേരിടുന്ന കടലാമുകളുടെ സംരക്ഷകനാണ് എറണാകുളം കുഴിപ്പള്ളി സ്വദേശിയായ മത്സ്യത്തൊഴിലാളി ദേവദാസ്. കടലാമുകളുടെ പ്രജനന കാലം അദ്ദേഹത്തിന് തിരക്കേറിയ ദിനങ്ങളാണ്. നിരവധി ആമകളെയാണ് മുട്ട വിരിയിച്ച് ദേവദാസ് കടലിലേക്ക് അയക്കുന്നത്. തീരത്തെ കുഴികളിൽ മുട്ടയിട്ട് തള്ളയാമകൾ കടലിലേക്ക് മടങ്ങി. തിരയടിച്ചു പൊട്ടാം, നായ്ക്കൾക്കും കീരികൾക്കും ഭക്ഷണമാവാം. എന്നാൽ ഒന്നുപോലും വിട്ടുകളഞ്ഞില്ല ദേവദാസ്. തീരത്തോട് ചേർത്ത് കുഴിയെടുത്തു, വലയിട്ട് സംരക്ഷിച്ചു. കൃത്യമായ ഇടവേളകളിൽ വെള്ളം മാറി, ഭക്ഷണമായി മീൻപൊടി നൽകി. സ്വന്തം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ 40 നാൾ. ഒടുവിൽ ബക്കറ്റിലെ വെള്ളത്തിൽ തുള്ളിക്കളിച്ച കടലാമകൾ തിരമാലകളിൽ തൊട്ട് കടലിലേക്ക്. കടലാമ സംരക്ഷണത്തിലേക്ക് തിരിഞ്ഞതിൻ്റെ കാരണം ദേവദാസ് പറയുന്നത് ഇങ്ങനെ: ഈ ഭൂമിക്ക് ഗുണം ചെയ്യുന്നതാണ് ആമ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിനെ നമ്മൾ സംരക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നി, ഒരാൾ പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം, ചിലരത് തട്ടിക്കളയും. എന്നാലും നമ്മളത് നമ്മളെ മെമ്മറിയിൽ പിടിച്ച്
പിന്നെ ഇതിനോട് താല്പര്യം തോന്നി. ഇത് വിരിഞ്ഞു പോകുന്ന കാണാൻ തന്നെ ഒരു ഐശ്വര്യം അല്ലേ. അപ്പം ആ ഒരു രീതി അങ്ങനെ തോന്നിച്ചിട്ടാണ് പിന്നെ നമ്മളിത് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചത്. ആവാസ വ്യവസ്ഥ കടലിലാണെങ്കിലും മുട്ടയിടാൻ കരയിലേക്കാണ് കടലാമകൾ എത്താറ്. തീരത്ത് മുട്ടയിട്ട് മണൽ കൊണ്ട് മൂടി ആമകൾ കടലിലേക്ക് മടങ്ങും. മനുഷ്യന്റെ ഇടപെടലും മറ്റു ജീവികളുടെ ആക്രമണവും പെരുകിയതോടെ അതീവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിഗണത്തിലാണ് കടലാമയുടെ സ്ഥാനം. ന്യൂസ് 18 കൊച്ചി. എറണാകുളം കൂത്താട്ടുകുളത്ത് ചൂളമടിച്ച് ശ്രദ്ധേയനായ ഒരച്ഛനും മകനുമുണ്ട്. കൂത്താട്ടുകുളം സ്വദേശി അനിലും മകൻ ക്രിസ്റ്റയുമാണ് ചൂളമടിയിൽ റെക്കോർഡ് കരസ്ഥമാക്കിയത്. കുട്ടിക്കാലത്ത് അച്ഛന്റെ ചൂളമടിക്കെട്ടാണ് അനിൽ ചൂളമടിച്ചു തുടങ്ങിയത്. കോളേജ് കാലത്ത് പാട്ടുകളുടെ കരോക്കെ ട്രാക്കുകൾ ഇട്ട് ചൂളമടിച്ച് പരിശീലിച്ചു. പിന്നീട് കിട്ടിയ വേദികളിൽ ചൂളമടി അവതരിപ്പിച്ചു. ബോംബെ ആസ്ഥാനമായ ഇന്ത്യൻ വിസിലേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് ഓഫ് വിസിലേഴ്സ് അസോസിയേഷൻ സംഘടനയിൽ അംഗമാണ് അനിൽ. അനിലിന്റെ പാത പിന്തുടർന്ന് മകൻ ക്രിസ്റ്റിയും ചൂളമടിയിൽ കഴിവ് തെളിയിച്ചിരിക്കുകയാണ്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് എന്നിവ അച്ഛനും മകനും കരസ്ഥമാക്കി. കരാട്ടയിലും മികവ് തെളിയിച്ച അനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നിരവധി മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ കൂത്താട്ടുകുളം കേബിൾ TV കൺസ്യൂമർ വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറിയാണ് അനിൽ. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്രിസ്റ്റി. കൂത്താട്ടുകുളം. ദൃശ്യവിസ്മയത്തിന്റെ വേറിട്ട അധ്യായം തീർത്ത് തിരുവനന്തപുരം അരുവിക്കര കടമ്പനാട് LP സ്കൂൾ കുട്ടികൾ വിൽപ്പാട്ട് അവതരിപ്പിച്ചാണ് ഇവർ ശ്രദ്ധേയരായത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ കൊറോണ. അതല്ല, കൊറോണ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ കൊറോണ. പുതുതലമുറയ്ക്ക് അധികം പരിചയമുള്ളതല്ല വിൽപ്പാട്ട്. പ്രത്യേക വേഷമണിഞ്ഞ് മണികെട്ടിയ വില്ലിന് ചുറ്റുമിരുന്ന് വില്ലിലും മൺകുടത്തിലും താളം കൊട്ടി പാട്ടുപാടിയും കഥ പറഞ്ഞും അവതരിപ്പിക്കുന്നതാണ് വിൽപ്പാട്ട്. തനിമ നഷ്ടപ്പെടാതെയാണ് അരുവിക്കര കടമ്പനാട് LP സ്കൂളിൽ വിൽപ്പാട്ട് സംഘടിപ്പിച്ചത്. സ്കൂളിന്റെ 144ാമത് വാർഷിക ദിനാഘോഷത്തിന്റെയും അധ്യാപക രക്ഷകർതൃ ദിനത്തിന്റെയും ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യമായാണ് സ്കൂളിൽ വിൽപ്പാട്ട് സംഘടിപ്പിച്ചത്. കോവിഡ് ആയിരുന്നു പ്രമേയം. 10 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും നടന്നു. സർഗശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിനായി സ്കൂളിൽ ടാലന്റ് ലാബ് തുടങ്ങിയതായി ഹെഡ്മാസ്റ്റർ C. സെബാസ്റ്റ്യൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ വിൽപ്പാട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നന്ദി. ന്യൂസ് 18 നെടുമങ്ങാട്. വേരിലും സിമന്റിലും രൂപങ്ങൾ കൊത്തിയെടുക്കുകയാണ് കണ്ണൂർ ചപ്പാരപ്പടവിലെ ഒരു യുവാവ്. ആലത്തട്ടിലെ ശ്രീജിത്താണ് മനോഹരങ്ങളായ ശില്പങ്ങൾ തീർക്കുന്നത്.
ആലത്തൂരിൽ എവിടെ മരം മുറിച്ചാലും ശ്രീജിത്ത് ഓടിയെത്തും. മരക്കുറ്റികൾ നിൽക്കുന്നിടം കുഴിക്കും. വലിയ കുഴികളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന വേരുകളിൽ രൂപങ്ങൾ കൊത്തിയെടുക്കും. നരിയും പുലിയും മാനും മയിലുമൊക്കെ ആ വേരുകളിൽ തെളിയും. ആദ്യം സിമന്റിൽ രൂപങ്ങൾ നിർമ്മിച്ചായിരുന്നു തുടക്കം. ആനയും ആമയും മുയലും തവളയും കുതിരയും തുടങ്ങിയ ഒട്ടേറെ രൂപങ്ങൾ ശ്രീജിത്തിന്റെ കരവിരുതിൽ പിറവിയെടുത്തു. കൂവേരി കുട്ടിശങ്കരൻ എന്ന പേരിൽ ശ്രീജിത്ത് ഒരുക്കിയ ആനയുടെ ശില്പം ആരും നോക്കി നിന്നു പോകും. തൊട്ടടുത്ത മുത്തപ്പൻ ക്ഷേത്രത്തിൽ നായയുടെ രൂപം നിർമ്മിച്ച് നൽകിയതും ശ്രീജിത്ത് തന്നെ. ഗൾഫിലുണ്ടായിരുന്നു, ഒരു ഷോറൂമിലായിരുന്നു. അവിടുന്ന് ക്യാൻസലാക്കി നാട്ടിൽ വന്നു. പിന്നെ മക്കളെല്ലാം ഉണ്ടെങ്കിൽ മക്കളെ പറഞ്ഞ നാട്ടിൽ നിൽക്കാമെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ആദ്യം ഇത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം എന്നാൽ ചെയ്തു. ഇപ്പോൾ 2-3 വർഷമായി ക്യാൻസലാക്കി വന്നു. ഇതിൻ്റെ വിറകിൽ തന്നെ വേറൊരു വരുമാനം ഇല്ല, ഇതിൻ്റെ വേഗത്തിൽ തന്നെ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 3 വർഷം മുൻപാണ് ശ്രീജിത്ത് നാട്ടിലെത്തിയത്. വേരുകൾ മിനുക്കിയെടുക്കാനുള്ള മെഷീൻ വിദേശത്തുള്ള സഹോദരനാണ് എത്തിച്ചു നൽകിയത്. വേരുകളിൽ രൂപങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തിയാകും വരെ ശ്രീജിത്തിന് വിശ്രമമില്ല. വാങ്ങാൻ ആളുണ്ടെങ്കിൽ ശില്പങ്ങൾ വിൽക്കാനും ശ്രീജിത്ത് തയ്യാറാണ്. ന്യൂസ് 18 ആലക്കോട്. തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ട് മനോഹരമായ ചിത്രവും ഒരുക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി തൂക്കുപാലം സ്വദേശിയായ നിശാന്ത്. 1.5 ലക്ഷത്തോളം തീപ്പെട്ടിക്കൊള്ളികൾ ചേർത്താണ് വ്യവസായിയായ യൂസഫ് അലിയുടെ ചിത്രം നിശാന്ത് ഒരുക്കിയത്. ഓരോ തീപ്പെട്ടിക്കൊള്ളിയും ശ്രദ്ധാപൂർവം ചേർത്തുവച്ചാണ് പെയിന്റിങ്ങിനെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ നിശാന്ത് തീപ്പെട്ടിക്കൊള്ളി ചിത്രം ഒരുക്കിയത്. 50 ദിവസങ്ങളാണ് ചിത്രം പൂർത്തീകരിക്കാൻ വേണ്ടി വന്നത്. 1.5 ലക്ഷത്തോളം തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ചു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ മുഴുവൻ തീപ്പെട്ടികളും വാങ്ങിയെങ്കിലും തികയാതെ വന്നതോടെ സഹോദരിയുടെ സഹായത്തോടെ കോട്ടയത്ത് നിന്നും തീപ്പെട്ടികൾ എത്തിച്ചു. തീപ്പെട്ടിക്കൊള്ളികൾ കൃത്യമായ അനുപാതത്തിൽ മുറിച്ചെടുത്ത ശേഷം ഫ്ലക്സ് ക്യൂബ് ഉപയോഗിച്ചാണ് അവ ക്യാൻവാസിൽ ഒട്ടിച്ചു ചേർത്തത്. ഇത് ചെയ്യുന്ന സമയത്ത് ഈ പശ ഒഴിച്ച് ഒട്ടിക്കുമായിരുന്നു. ഓരോ സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചാണ് ഇത് പൂർത്തീകരിച്ചത്. 50 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് 25 ദിവസത്തോളം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇതിന്റെ ആ ഒരു ഫ്ലെക്സ് കിക്കിന്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഉണ്ടായി, ശ്വാസതടസ്സമൊക്കെ ഉണ്ടായിരുന്നു. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന നിശാന്തിന് 7 വർഷങ്ങൾക്ക് മുൻപ് ജോലിക്കിടെ അപകടം സംഭവിച്ചിരുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണതിനെ തുടർന്ന് നട്ടെല്ലിന് പരിക്ക് പറ്റി. 2 വർഷത്തോളം അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നു കിടപ്പിലായിരുന്നു. വിധിയേകിയ തിരിച്ചടികളിൽ തളരാതെ നിറങ്ങൾ കൊണ്ട് ജീവിതത്തെ നേരിടുകയാണ് ഈ യുവാവ്. കുടുംബത്തിന്റെ ഏക ആശ്രയം ചിത്രരചനയിലൂടെ നിശാന്ത് കണ്ടെത്തുന്ന ചെറിയ വരുമാനമാണ്. സ്ക്രൂ ക്യാൻവാസിലൊരുക്കി സുരേഷ് ഗോപിയുടെ ചിത്രം ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിവിധ ചിത്രങ്ങൾ നിശാന്ത് ഒരുക്കാറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്തയാഴ്ച. നമസ്കാരം.